27 സങ്കീർത്തനം 11 വചനം. യഹോവേ, നിന്റെ വഴി എന്നെ കാണിക്കണമേ. സങ്കീർത്തനക്കാരൻ ദൈവത്തോട് നിലവിളിക്കുന്ന നിലവിളിയിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ദൈവത്തിന് മുമ്പാകെ താൻ പറയുകയാണ്. ദൈവമേ, അവിടുന്ന് അങ്ങയുടെ വഴി എന്നെ കാണിക്കണമേ. ദൈവത്തിൻ്റെ വഴികൾ എപ്പോഴും അഗോചരങ്ങളാണ്. ദൈവത്തിൻ്റെ വഴി നാം ചിന്തിക്കുന്ന വഴിയല്ല. ദൈവത്തിൻ്റെ വഴി നമ്മുടെ ബുദ്ധിക്ക് അതീതമാണ്. ദൈവത്തിൻ്റെ വഴികൾ നമുക്ക് ഗ്രഹിക്കുവാനോ അത് എങ്ങനെ പോകുന്നു എന്നോ മനസ്സിലാക്കാൻ കഴിയില്ല. ദൈവത്തിൻ്റെ വഴികൾ ദൈവം നമുക്ക് ബോധ്യമാക്കി തരുമ്പോൾ മാത്രമേ അതിൻ്റെ ആഴം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, അങ്ങയുടെ വഴി എന്നെ കാണിക്കണമേ. എങ്ങനെയാണ് ദൈവം തൻ്റെ വഴികൾ കാണിക്കുന്നത്? 103 സങ്കീർത്തനം നമ്മൾ വായിക്കുന്നു, യഹോവ തൻ്റെ വഴി മോശയെയും തൻ്റെ പ്രവൃത്തികളെ ഇസ്രായേൽ മക്കളെയും കാണിച്ചു. മോശയെ തൻ്റെ വഴി കാണിച്ചു. മോശ ദൈവത്തോട് അത്രയ്ക്ക് ഹൃദ്യമായ ബന്ധമുള്ള ആളായതുകൊണ്ടാണ് ദൈവം തൻ്റെ വഴി മോശയെ കാണിച്ചത്. നമ്മയും ദൈവത്തിൻ്റെ വഴി കാണിക്കണമെങ്കിൽ ദൈവത്തോട് അത്രമാത്രം ആത്മീക ബന്ധമുള്ള ഒരു വലിയ പിരിയാബന്ധമുള്ള ഒരു കൂട്ടായ്മയിലേക്ക് എത്തപ്പെടണം. അങ്ങനെ ആകുമ്പോൾ ദൈവം തൻ്റെ വഴി നമ്മെ കാണിക്കും.